നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട നിരവധി നികുതികളും ഫൈനുകളും അടയ്ക്കുന്നവരാണ് നമ്മൾ. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ചെറുതും വലുതുമായ പിഴകൾ, കച്ചവടവുമായി ബന്ധപ്പെട്ട സെയിൽസ് ടാക്സുകൾ തുടങ്ങിയവ അടയ്ക്കാൻ വൈകിയാൽ അത് റവന്യൂ റിക്കവറി ആകുമെന്നും അവസാനം അത് വില്ലേജ് ഓഫീസർ മുഖേന പിരിച്ചെടുക്കുമെന്നും ആവശ്യപ്പെട്ടാൽ തവണകളായി അടയ്ക്കാൻ സാധിക്കുമെന്നും അറിയാം. പക്ഷേ അടവ് മുടക്കിയാൽ കൈവശത്തിലുള്ള ഭൂമി ജപ്തി ചെയ്യുകയും ഈ വസ്തു ലേലത്തിൽ വയ്ക്കുകയും ചെയ്യുന്നു. വസ്തു കൂടുതലുണ്ടെങ്കിൽ കുടിശ്ശിക തീർക്കാൻ ആവശ്യമായ വിസ്തീർണം മാത്രം സർവേയർ മുഖേന അളന്ന് തിരിച്ച് ലേലം ചെയ്യുന്നതാണ്. പക്ഷേ വസ്തു ലേലം പിടിക്കാൻ ആരും വന്നില്ല എങ്കിലോ? വീണ്ടും പരമാവധി 3 പ്രാവശ്യം വരെ ലേലത്തിൽ വയ്ക്കുകയും ആരും വസ്തു ഏറ്റെടുക്കുവാൻ തയ്യാറായില്ല എങ്കിൽ വസ്തുവിന് 1 രൂപ നിശ്ചയിച്ച് ഈ ഭൂമി സർക്കാർ ഏറ്റെടുക്കും. ഇത്തരത്തിൽ ഏറ്റെടുക്കുന്ന ഭൂമിയാണ് ബോട്ട് ഇൻ ലാൻഡ്. ഈ ഭൂമിയിൽ നിന്നുള്ള എല്ലാ ആദായങ്ങളും സർക്കാർ എടുക്കുകയും ചെയ്യും. സാമ്പത്തിക ശേഷി മെച്ചപ്പെട്ടാൽ സർക്കാരിൽ നിന്നും ഈ ഭൂമി നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? അതേപ്പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഭൂമി തിരിച്ചു നൽകുന്നതിനെ പറ്റിയുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി നിശ്ചയിച്ചത് 3/5/2013 181/13 നമ്പർ ഉത്തരവ് പ്രകാരമാണ്. ഇതനുസരിച്ച് ഭൂമി സർക്കാർ വാങ്ങി 2 വർഷത്തിന് ശേഷം 5 വർഷത്തിനകം കുടിശ്ശിക, പലിശ, കളക്ഷൻ ചാർജ് എന്നിവ അടച്ച ശേഷം അപേക്ഷിക്കുന്ന ഭൂരഹിതർക്ക് 25 സെൻറ്റ് സ്ഥലം വരെ തിരികെ നൽകുന്നതാണ്. 25 സെൻറ്റിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 25 സെൻറ്റ് കഴിഞ്ഞ് വരുന്ന ഭൂമിക്ക് അതിൻ്റെ കമ്പോള വില കൂടി അടച്ചാൽ 75 സെൻറ്റ് സ്ഥലം കൂടി തിരികെ ലഭിക്കുന്നതാണ്. അതായത് പരമാവധി 1 ഏക്കർ വരെ ലഭിക്കുന്നതാണ്. പുതിയ ഒരറിവുമായി ഉടൻ വരുന്നതാണ്. ഒരു ലൈക്ക് തന്നതിനെ സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും കാണുന്നത് വരേക്കും ബായ്.